സ്നേഹമുള്ളവരെ, ഇന്ന് ഗുഡ്നസ് TV എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ല തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട മണിക്കടവ് ഫൊറോനയിലെ മണിപ്പാറ സെൻറ്റ് മേരീസ് ഇടവക ദേവാലയത്തിൻ്റെ പവിത്രമായ തിരുമുറ്റത്താണ് നമ്മളിന്ന് ഗുഡ്നസ് TV എത്തിച്ചേർന്നിരിക്കുന്നത്. ലോകത്ത് മാറ്റമില്ലാത്ത പുസ്തകമായ വിശുദ്ധഗ്രന്ഥം, അത് സമ്പൂർണ്ണ ബൈബിൾ ഈ ഇടവക ജനം പകർത്തി എഴുതുവാൻ വേണ്ടി മുന്നോട്ട് വരികയും അങ്ങനെ പകർത്തി എഴുതി സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതിയ 30ഓളം വ്യക്തികൾ, അവർ കുടുംബങ്ങൾ ഒരുമിച്ച് വന്ന് ഈ പവിത്രമായ ദേവാലയ മുറ്റത്ത് അവരുടെ ആ ദൈവവചന സൃഷ്ടി സമർപ്പിക്കുന്ന വളരെ മനോഹരവും ദൈവാനുഗ്രഹം നിറഞ്ഞതുമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇപ്പോൾ ഗുഡ്നസ് TV. അതിൻ്റെ വിശദ വിവരങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജെസ് കുരിശുമുണ്ടൽ അച്ഛൻ നമ്മളോട് ചേരുന്നുണ്ട്. അച്ഛനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ വർഷം തലശ്ശേരി അതിരൂപത സാമുദായിക ശാക്തീകരണ വർഷമായി പ്രഖ്യാപിച്ചപ്പോഴും മഹാ ജൂബിലി വർഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇടവകയിൽ ഒരു ബൈബിൾ പകർത്തി എഴുതുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഈ വർഷം ചിന്തിക്കുകയായിരുന്നു. കാരണം വചനം പഠിക്കുവാനും വചനം കൂടുതൽ മനസ്സിലാക്കുവാനും ആഴമേറിയ ഒരു വചനത്തിൽ പഠനം നമുക്ക് കൂടുതൽ കൃപയോടുകൂടി ജീവിക്കുവാനൊക്കെ വലിയ ശക്തി നൽകും. ഈ മഹാ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് 2025 വർഷത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ബൈബിൾ പകർത്തി എഴുതുവാൻ വേണ്ടി ദൈവജനത്തോട് ആവശ്യപ്പെട്ടു. ഏതാണ്ട് 35ഓളം പേര് ബൈബിൾ പകർത്തി എഴുതുവാൻ വേണ്ടി കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി ആരംഭിച്ചു. ഈ ഡിസംബർ 1-ാം തീയതി അത് സമർപ്പിക്കുകയാണ്. 15 പേര് പൂർണ്ണമായും ബൈബിൾ എഴുതി സമർപ്പിക്കുന്നു. ബാക്കിയുള്ളവർ അവരുടെ ബൈബിൾ എഴുത്ത് നിർത്തിയിട്ടില്ല, അവർ മുന്നോട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവർക്ക് ബൈബിൾ എഴുതി എല്ലാവർക്കും വലിയ ദൈവാനുഗ്രഹവും കൃപയും ലഭിച്ചതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. തീർച്ചയായിട്ടും ബൈബിൾ പഠിക്കുവാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥം വചനമാംസമായി അവതരിച്ചാണല്ലോ ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു ദിനമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. ഈ ബൈബിൾ പകർത്തി എഴുതുന്നതിലൂടെ ധാരാളം കൃപയും അനുഗ്രഹവും ഇടവകയ്ക്കും സമൂഹത്തിനും കുടുംബങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ബൈബിൾ പകർത്തി എഴുതിയ എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും കൃപകളും ഇടവകയുടെ പേരിൽ ആശംസിക്കുകയാണ്. ഇന്ന് ഈ ഇടവകയിൽ നടക്കുന്ന ഈ പുണ്യകർമ്മത്തിന് സാക്ഷ്യം വഹിക്കുവാനും ഇവർക്ക് അനുഗ്രഹം നേരുവാനും വേണ്ടി നമ്മളോട് കൂടെ ഇന്നായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് വലിയമറ്റം പിതാവാണ് നമ്മളോട് ചേരുന്നത്. പിതാവ്, ഇന്ന് ഈ മണിപ്പാറ ഇടവകയിൽ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് 15 കുടുംബിനികൾ അവരുടെ ജീവിതത്തിൻ്റെ ആ വ്യഗ്രതയിലും അവർ ദൈവവചനത്തിന് വേണ്ടി സമയം ചെലവഴിച്ചുകൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സ്വന്തം കൈപ്പടയിൽ എഴുതിയതിൻ്റെ അനുഭവം പങ്കുവെക്കുകയായിരുന്നു. അപ്പോൾ പിതാവ് ഈ നിമിഷത്തിൽ നമ്മുടെ തലശ്ശേരി അതിരൂപതയെ ഒരുപാട് സുദീർഘമായ വിധത്തിൽ നയിച്ച ഒരു പിതാവ് എന്ന നിലയിൽ ഇവരോട് ഈ സംരംഭത്തോട് പറയാനുള്ള ഒന്ന് പറയാമോ? ഈശോയിൽ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞാനിവിടെ പ്രത്യേകമായിട്ട് മറ്റു പരിപാടിയിലേക്കും വരാനായിട്ട് പ്രത്യേകമായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിമാർ ബൈബിള്, സമ്പൂർണ്ണ ബൈബിൾ സ്വന്തം കൈപ്പിടിൽ എഴുതി സമർപ്പിക്കുന്നുവെന്ന് അറിയാൻ സാധിച്ചതിലാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ വചനം മാംസമായി നമ്മുടെ ഇടച്ച ആളാണ് ഈശോയാണ്. വചനം രേഖാരൂപത്തിൽ വരുന്നതാണ് ബൈബിള്. അപ്പോൾ ബൈബിൾ എഴുതുമെന്ന് പറയുമ്പോഴേക്കും, സ്വന്തമാക്കുന്ന പറയുമ്പോഴേക്കും ഈശോയെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ എഴുതി മറ്റവർക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നല്ല സംരംഭത്തിൽ ഒരു കൈപ്പറ്റി എഴുതി വചനം രൂപത്തിൽ എഴുതിയ ആ ബൈബിളിൻ്റെ ആ ചൈതന്യം ഇവരുടെ ഹൃദയത്തിലും എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നല്ല സംരംഭത്തെ ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ഇവിടെ ത്യാഗം ചെയ്ത പ്രിയമ്മച്ചിമാരെ അങ്ങേയറ്റം സ്തുതിക്കുന്നു. ഇവിടെ മാതൃക മറ്റുള്ളവരെ അനുകരിക്കുന്നതിനും അതുപോലെ വചനം എഴുതുന്നതിന് മാത്രമല്ല, വചനം വായിക്കുന്നതിനും ഹൃദയത്തിൽ പതിക്കുന്നതിനും വചനമനുസരിച്ച് ജീവിക്കുന്നതിനും ഇവരൊക്കെ എല്ലാവരെയും പ്രേരണമാകട്ടെ എന്നും ഞാൻ പ്രത്യേകമായിട്ടും ആശംസിക്കുന്നു. ഇവരുടെ ഈ പരിശ്രമം ഇടവകളിലെല്ലാവരെയും പ്രത്യേകമായിട്ട് വചനം വായിക്കുന്നതിനായിട്ട്, വചനം അനുസരിച്ച് ജീവിക്കുന്നതിനായിട്ട് പ്രചോദനം നൽകുന്ന ഒരു സംരംഭമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ടും അനുമോദിക്കുന്നു. അവരുടെ ത്യാഗത്തിന് പിന്നെ തീർച്ചയായിട്ടും നരണാദൈവം പ്രതിഫലം തരാതിരിക്കില്ല എന്ന കാര്യം തരാതിരിക്കില്ല, അത് യാതൊരു സംശയവുമില്ല. അപ്പോൾ കർത്താവിനെ ഈശോ നമ്മൾ വന്നത് വചനമാംസമായി വന്നതാണ് ഈശോയാണ്. ആ വചനം എഴുതുക മറ്റേ നിങ്ങൾ പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ദൈവം നിങ്ങളുടെ അനുഗ്രഹിക്കട്ടെ എന്നും ഈ വിധത്തിൽ ഈ വചനം
നിങ്ങളുടെ ഓരോരുത്തരും കുടുംബത്തിൽ ജീവിക്കുന്നതിനായിട്ട് കുഞ്ഞുമക്കൾ ജീവിക്കുന്നതിനായിട്ട് ഈ നിങ്ങളുടെ ഈ നല്ല സംരംഭം കുഞ്ഞുമക്കൾക്ക് നല്ല നല്ല പ്രേരണയും മാതൃകയുമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 3600ഓളം പേജിൽ എഴുതി തീർത്ത ബൈബിളുകളാണ്. വളരെ മനോഹരമായിട്ട് അവരുടെ കൈപ്പടയിൽ എഴുതിയിരിക്കുന്നതാണ് പിതാവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശരിക്കും ഹൃദയം നിറഞ്ഞൊരു സന്ദർഭം, ഒരു അനുഭവമായിരുന്നു. ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടോ? അത് കംപ്ലീറ്റ് അത് പിതാവ് ചിലര് പുതിയ നിയമം കറക്റ്റ് എഴുതിയത് നമ്മുടെ പ്രിന്റ് ചെയ്ത ആ ബൈബിളിന് അത്രയും പേജിൽ എഴുതിയതുണ്ട്. അതൊക്കെ അതിശയം തോന്നുന്നത് വ്യത്യാസം. ചിലതിന് മാത്രം ചിലർ പറഞ്ഞു പഴയ നിയമം കൃത്യമായിട്ട് എഴുതി, പുതിയ നിയമത്തിന് 2-4-5 പേജ് അധികം വന്നു. പക്ഷെ പഴയ നിയമം ചിലര് പഴയ നിയമം കൃത്യമായിട്ട് എഴുതി. ഇപ്പം ഇതന്നെ ഇത് ഈ ബൈബിൾ എടുത്ത് ആരെഴുതിയത് തന്നെ ഇത് ഓരോരുത്തരുടെ അല്ലേ? ഓരോരുത്തരുടെ അതാണ് പിതാവ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഓരോരുത്തരും സ്വന്തം വീടുകളിൽ ഇരുന്ന് കഴിഞ്ഞ 15 എഴുതിയിട്ടുണ്ട്, 15 പേര് തർജ്ജമ ചെയ്തിട്ടുണ്ട്. 30 പേര് തുടങ്ങിയതാണ്, മറ്റു പോയിട്ടില്ല, അവരും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവര് പൂർത്തീകരിച്ച് ഇന്ന് സമർപ്പിക്കുകയാണ്. നാളെ ഡിസംബർ 1 തുടങ്ങുകയാണല്ലോ. കഴിഞ്ഞ ഡിസംബർ 1 തുടങ്ങിയതാണ്. അപ്പോൾ ഈ 15 പേര് പൂർത്തീകരിച്ചു ഇന്നിവിടെ സമർപ്പിക്കുകയാണ്. അതാണ് ഇതിന്റെ സഹോദരിയും ഈ ബൈബിൾ എഴുതുന്ന ഇതിൽ പങ്കെടുത്തതാണ് അല്ലേ? ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ആ ബൈബിൾ എഴുതിയ സമയത്ത് എന്തൊക്കെയായിരുന്നു കിട്ടിയ ദൈവാനുഗ്രഹങ്ങൾ ഒന്ന് പറയാമോ? എൻ്റെ പേര് സിനി, വീട്ടുപേര് കോയിക്കൽ. എനിക്കും ചേച്ചി പറഞ്ഞ പോലെ ആദ്യം തൊട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ബൈബിൾ എഴുതണമെന്ന്. പക്ഷേ അതിന് നമുക്ക് ഇപ്പോൾ ഞങ്ങളുടെ വികാരി അച്ഛന് നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 42 പേര് കൊടുത്തു. അതിൽ 15 പേർക്കാണ് കംപ്ലീറ്റ് ആക്കിയത്. ഇനി ബാക്കിയുള്ളവരും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് അവരോട് പറയാനുള്ള ഞങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടി. അപ്പം അതുപോലെ തന്നെ അവരും ബൈബിൾ എഴുതി അവർക്കും അവരുടെ കുടുംബജീവിതത്തിൽ നല്ല അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായും തുടങ്ങുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എഴുതാൻ വേണ്ടിയിട്ട്? ആദ്യത്തെ ആ സമയം എങ്ങനെയായിരുന്നു എഴുതാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഉള്ള സാഹചര്യങ്ങളെന്ന് പറയാമോ? ആദ്യത്തെ സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. ഇതെങ്ങനെ തുടങ്ങണം, എവിടെ തീരും, ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ 1 വർഷം കൊണ്ട് തീർക്കാൻ പറ്റുമോ എന്ന് പേടിയായിരുന്നു. പക്ഷേ മാതാവിൻ്റെ സഹായം ഭയങ്കര കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ കൊന്തയെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കുഴപ്പമില്ലാതെ പോയി. അപ്പോൾ ഇത് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എങ്ങനെ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടുകൾ, കാര്യങ്ങൾ കുടുംബത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ അനുഭവിച്ചറിയാൻ സാധിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും എൻ്റെ കുടുംബത്തിൽ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മോന്, ഹസ്ബൻഡ്, അമ്മ അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ ചേട്ടൻ്റെ വൈഫും എഴുതുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ 2 പേര് ഞങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ദൈവാനുഗ്രഹങ്ങളുണ്ടായി. എൻ്റെ മോനാണെങ്കിൽ +2 നന്നായിട്ട് നല്ല മാർക്കോടുകൂടി പാസ്സായി. അതുപോലെ തന്നെ മോനൊന്ന് വീണ് കൈയുടെ എല്ല് പൊട്ടിയായിരുന്നു. അപ്പം ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം, ഏകദേശം 3 ലക്ഷം രൂപയോളം വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ സമയത്ത് ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവാനുഗ്രഹത്താൽ ഓപ്പറേഷനൊന്നും കൂടാതെ കൈ നോർമലാവുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ്റെ 2 മക്കൾ അവർ ഡോക്ടേഴ്സാണ്. അവർക്ക് ജർമ്മനിക്ക് പോകാൻ വേണ്ടി ഭയങ്കര തടസ്സമായിരുന്നു. പരീക്ഷയെല്ലാം പാസ്സായി, പക്ഷെ അവർക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഇന്ന് യോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവരിപ്പം ബൈബിൾ ബൈൻഡ് ചെയ്ത് ഇന്നലെ 2 പേരും കൂടെ പോയി. പിന്നെ അതുപോലെ തന്നെ ധാരാളം ദൈവാനുഗ്രഹങ്ങൾ എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ലഭിച്ചത് ഒന്ന് പറയാമോ? എനിക്ക് ആദ്യം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു ബൈബിൾ എഴുതണമെന്ന്. ഞാനെപ്പോഴും ഓർക്കുമായിരുന്നു, ഓരോ ഇടവകയിലൊക്കെ ഇങ്ങനെ അമ്മമാരെഴുതിയത് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു എനിക്കും ഇത് എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വികാരി അച്ഛൻ പള്ളിയിൽ ഇങ്ങനെ ബൈബിൾ എഴുതാനുള്ള ഒരു ഇത് ഇങ്ങനെ തുടങ്ങി. ഞങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി, ഇഷ്ടമുള്ള നമുക്ക് പറ്റുന്നവർ വന്നിട്ട് എഴുതാൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എഴുതാനായിട്ട് തീരുമാനമെടുത്തു. 1 വർഷം ഞങ്ങൾക്ക് തന്നു എഴുതാൻ വേണ്ടി. ഞങ്ങൾ ദൈവവചനത്തിലൂടെ കടന്നു പോയപ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. എനിക്ക് ലഭിച്ചത് എൻ്റെ ഈ 1 വർഷം എനിക്ക് യാതൊരുവിധ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇത് എഴുതാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അല്ലെങ്കിൽ എനിക്ക് പനിയൊക്കെ വന്ന് ഞാൻ ആശുപത്രിയിലാകുമായിരുന്നു എല്ലാ വർഷവും തന്നെ. ഈ വർഷം അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. എനിക്കിത് എഴുതി പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. പിന്നെ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു ഇങ്ങനെ ഇരുന്ന് എഴുതുമ്പോൾ നടുവേദന എടുക്കുമോ എന്നുള്ളത്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. നടുവേദനയൊന്നും ഇല്ലാതെ എഴുതാൻ സാധിച്ചു. എന്നാലും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കൈക്ക് വേദനയൊക്കെ വന്നു. അപ്പം ഞാൻ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു വാക്കുപോലും എഴുതാൻ പറ്റാത്ത ചില അവസ്ഥകളും വന്നു എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ. എങ്കിലും ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അത് മാറിപ്പോവുകയും വീണ്ടും എഴുതാൻ സാധിച്ചു. എൻ്റെ മക്കൾ 3 പേരും ജോലി ചെയ്യുവാണ്. അവരുടെ ജോലി മേഖലയിൽ അവർക്ക് 2 പേർക്ക് സ്ഥാനക്കയറ്റം കിട്ടി.
ഒരു മോന് കാനഡയിൽ അവിടുത്തെ ഗവൺമെൻറ് പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടി. പിന്നെ ഞാൻ ബൈബിൾ എഴുതുന്നതിനോട് വെച്ചിട്ട് എനിക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച എൻ്റെ ബന്ധുക്കാരും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ഞാൻ എഴുതുന്ന ബൈബിളിനോട് ചേർത്ത് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചെന്ന് അവരെന്നോട് പറഞ്ഞു. അതെനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ തടസ്സങ്ങളില്ലയെന്ന് ചോദിച്ചാൽ വേദനകളും വിഷമങ്ങളും ഒക്കെ ചില സമയത്ത് വന്നു. എങ്കിലും ദൈവത്തിൻ്റെ വചനമല്ലേ, അത് എഴുതി. പിന്നെ ദൈവവചനം പഠിക്കുന്നതിനും ഞാൻ ബൈബിളൊക്കെ ഒത്തിരി വായിക്കുമായിരുന്നു. പക്ഷേ ഈ ദൈവവചനം എഴുതി കടന്നു പോയപ്പം അത് നമ്മുടെ മനസ്സിൽ തന്നെ പതിഞ്ഞ് നിൽക്കുക. ഇപ്പം ബൈബിളിലെ ഏത് ഭാഗം എവിടെയെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് അത് എടുക്കാനും പറയാനും മനസ്സിലാക്കാനും എല്ലാം സാധിക്കും. കാരണം എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലോട്ടത് നല്ല തറവായിട്ട് തീർന്നിരിക്കുകയാണ് ഇപ്പോൾ. എൻ്റെ പേര് ജോളി മുട്ടത്ത്. കൊച്ചുമോന് അലർജി ആയിട്ട് എപ്പോഴും വളരെ വിഷമിച്ചിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ടും നന്നായിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ ത്യാഗങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും കാഴ്ചവെച്ച് തന്നെ ഞാൻ ത്യാഗം എടുത്ത് വേദന സഹിച്ച് ഞാൻ ബൈബിൾ എഴുതി. അതിനെല്ലാം ഉത്തരമായിട്ട് ആ കൊച്ചിൻ്റെ ഒരു 80% അലർജി രോഗവും മാറിക്കിട്ടി. അതുപോലെ എൻ്റെ മോൻ്റെ കാര്യം ഞാൻ എഴുതി വെച്ചിരുന്നു. ഒരു ദൈവവിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് എനിക്ക് എൻ്റെ കുഞ്ഞിന് ഒരു ഭാര്യയായിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടെത്തി തരണമേ എന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഒരു ആളെന്നെ എന്നെ തന്നെ വിളിക്കുക, ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഒരു നല്ല ദൈവവിശ്വാസമുള്ള കുടുംബത്തിലാണ്, എന്നും പള്ളി പോകുന്ന കുടുംബമാണ്, ഒരു നല്ല പെൺകുട്ടിയുണ്ട് എന്ന് പറഞ്ഞ് എന്നെ തന്നെ വിളിച്ചു. അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയത്. എൻ്റെ ഹസ്ബൻഡിനെയോ എൻ്റെ മോനോടോ അല്ല, അവരോടൊക്കെ അടുപ്പമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ എന്നെ തന്നെ വിളിച്ചു പറഞ്ഞത്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഈ നിയോഗം വെച്ച് ദൈവത്തോട് കണ്ണുനീരിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ അനുഭവങ്ങളെല്ലാം എനിക്ക് കിട്ടിയത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. എല്ലാം ദൈവത്തിൻ്റെ കൃപ. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് എനിക്ക് ഇത് എഴുതി പൂർത്തിയാക്കാൻ, വിദേശത്തിരുന്ന് തന്നെ എനിക്കിത് എഴുതുവാനും ബാക്കി ഇവിടെ വന്നിട്ട് വെളിപാടിൻ്റെ പുസ്തകമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി നാട്ടിൽ വന്നിട്ട് അതും എഴുതി പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചു. ദൈവത്തിന് നന്ദി. എൻ്റെ പേര് ജെസ്സി തോമസ് കുരിക്കാട്ട്. ഞാൻ ഈ വചനം എഴുതാൻ 1 വർഷമായി ആഗ്രഹിച്ചിരുന്നു. അന്നേരമാണ് അച്ഛൻ ഈ വചനം എഴുതുന്ന കാര്യം ഞങ്ങളോട് പറയുകയും ഞാനതിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ വചനം എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒത്തിരിയേറെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. എങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ വചനം എഴുതി തീരുവാൻ സാധിക്കുമോ എന്ന് പോലും ഞാൻ ഓർത്തിരുന്നു. എന്നാലും അതിൽ നിന്നെല്ലാം ദൈവം എനിക്ക് ഒത്തിരി കൃപകൾ തന്നുകൊണ്ട് ഈ വചനം എഴുതാൻ സാധിച്ചു. എൻ്റെ പേര് ഷൈനി തോമസ്, പുറത്തെ ചെറുപാട്ട്. ഞാൻ ഈ ബൈബിൾ എഴുതാൻ തുടങ്ങിയത് തന്നെ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ കണ്ണിന് ചില കാഴ്ചക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫോണിൽ നോക്കിയിട്ട് ആദ്യം ബൈബിൾ എഴുതിയത്. അത് കുറച്ച് എഴുതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിലത്തെ ഒന്നും എഴുതാൻ പറ്റാതെ കുറേ അത് കീറിക്കളയേണ്ട 66 പേജോളം ഞാൻ കളയേണ്ടി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി ഇത് വേണ്ടെന്ന് വെച്ചേക്കാം, എല്ലാവരും എഴുതി വെത്തൂലോ എന്നൊക്കെ വിചാരിച്ചു. എന്നാലും പിന്നെ പലരുടെയും ഓരോ സഹായത്തോടെയും അവരുടെ ഒരു പ്രചോദനമൊക്കെ തന്ന് ഞാൻ വീണ്ടും എഴുതാൻ തുടങ്ങി. ബൈബിളിൽ നിന്നും ഫോണിൽ നിന്നും അങ്ങനെയൊക്കെയാണ് എഴുതി തീർത്തത്. എൻ്റെ കൈയുടെ ഇവിടെ ഭയങ്കര വേദനയാണ്. എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയതെന്ന് വെച്ചാൽ ഇത് എഴുതി തീർക്കാൻ പറ്റി എന്നുള്ളതാണ്. പേര് മിനി ജൂൺ എന്നാണ്. പൂർത്തീകരിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം പൂർത്തീകരിക്കാൻ പറ്റില്ല എന്നായിരുന്നു എൻ്റെ മനസ്സിലിരിപ്പ്. പക്ഷേ എനിക്ക് പൂർത്തീകരിച്ച് കുറേ സമയങ്ങൾ അധികം വരുത്താൻ വേണ്ടി എനിക്ക് സാധിച്ചു. ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ്. ദൈവം ഓരോ നാളും കൈവടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എത്ര ഭംഗിയായിട്ട് സംഗതി എഴുതിയിരിക്കുന്നു, ഓരോ പേജുകളും. ഇതിൻ്റെ താഴത്തെ ഉള്ള കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നു. ഒത്തിരി സന്തോഷം. ഏറ്റവും ചെറിയ ഇത് എത്ര ബണ്ടിൽ പേപ്പർ ഉപയോഗിച്ചു? 2 ബണ്ടിൽ പേപ്പർ കൊണ്ട് 1950 പേജ് 2 ബണ്ടിൽ പേപ്പർ കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എഴുത്തൊന്ന് നോക്കാം. ഇത് പഴയ നിയമം എത്ര? ബൈബിൾ പോലെ തന്നെ. പുതിയ നിയമം ബൈബിൾ പോലെ തന്നെ എഴുതി തീർത്തതെന്ന് പറയാം. അത്രയും പേജിൽ തന്നെ എഴുതി തീർത്തു. പഴയ നിയമത്തിന് 200 പേജിൻ്റെ വ്യത്യാസം. പുതിയ നിയമം കറക്റ്റ് നമ്മുടെ പ്രിൻറ്റിങ് പേജ് തന്നെ ആണ് എഴുതി തീർത്തിരിക്കുന്നതെന്ന് ചുരുക്കം. എല്ലാം എങ്ങനെ തന്നെ പകുതി ആയിരിക്കുന്നതൊക്കെ ആ രീതിയിൽ തന്നെ ഉണ്ടല്ലേ? ഓക്കെ.